ഡിയേഴ്സ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 39 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. പോർഷൻസ് ഒന്നുകൂടെ പറയുന്നു. സംഖ്യ 36, ആവർത്തനം 1 മുതൽ 3 വരെ, മർക്കോസ് 11-ാം അധ്യായം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു സ്ഥലപ്പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേരുമ്പോൾ വൃക്ഷത്തിന്റെ ഒരു ഭാഗമാണ്. സ്ഥലം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം അരോവേർ എന്നുള്ളതാണ്. ആവർത്തനം 2-ന്റെ 36-ലും 3-ന്റെ 12-ലുമാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. വൃക്ഷത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് വേര് എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, പാഠഭാഗത്തിലെ ഒരു സ്ഥലപ്പേരും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒരു അമ്മായിയപ്പന്റെ പേരും ഒന്നാണ്. ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. സ്ഥലം എന്ന് പറയുന്നത് ലാബാനാണ്. ആവർത്തനം 1-ന്റെ 1-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. യാക്കോബിന്റെ അമ്മായിയപ്പൻ എന്നുള്ളത് ലാബാൻ എന്നാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ദൈവത്തിന് ഉള്ളതാണ്. എന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ന്യായവിധി എന്നുള്ളതാണ് കേട്ടോ. ആവർത്തനം 1-ന്റെ 17-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്തിൽ ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വൃക്ഷം ഏത്, വൃക്ഷത്തിലുള്ളവ ഏതെല്ലാം, ഇതായിരുന്നു ചോദ്യം. വൃക്ഷം അത്തി. മർക്കോസ് 11-ന്റെ 13-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇനി വൃക്ഷത്തിലുള്ളവ എന്നുള്ളത് ഇല. മർക്കോസ് 11-ന്റെ 13-ൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഫലം എന്നുള്ളത് അത്തിപ്പഴം. മർക്കോസ് 11-ന്റെ 13-ൽ തന്നെയാണ് ഇതും കാണാൻ പറ്റുന്നത്. അടുത്ത് വേര് എന്നുള്ളത് മർക്കോസ് 11-ന്റെ 20-ലാണ് ഉള്ളത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. കട്ടിൽ എന്ന വാക്കിന്റെ മറ്റൊരു പദം എന്ത്? ഇത് ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത്? ഇത് ഏത് നഗരത്തിലാണ് ഉള്ളത്? ഈ കട്ടിൽ ആരുടേതായിരുന്നു? അതിന്റെ നീളവും വീതിയും എത്ര? ഇതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം കട്ടിൽ മഞ്ചം എന്നുള്ളതാണ് കേട്ടോ, അതിന്റെ മറ്റൊരു പദം. ഇനി ലോഹം ഏതെന്നുള്ളത് ഇരുമ്പാണ്. നഗരം രബ്ബ. ആരുടേത്? ഓഗിന്റെ മഞ്ചം. നീളവും വീതിയും ഒരു പുരുഷന്റെ കൈക്ക് 9 മുഴം നീളം, 4 മുഴം വീതി. ഇതാണ് ഇതിന്റെ ഉത്തരം. ആവർത്തനം 3-ന്റെ 11-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അപ്പോ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ആവർത്തനം 4 മുതൽ 7 വരെയും മർക്കോസ് 12-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.